ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ നല്ലൊരു പഴംപൊരിയും ബീഫും കഴിക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മുടെ ക്രിസ്മസ് വിശേഷം പറയാം. അതിഗംഭീരമായ ക്രിസ്മസ് ആയിരുന്നു. എൻ്റെ സൗണ്ട് കേട്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ പിള്ളേരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയി. അത് കാരണം എനിക്ക് ക്രിസ്മസിന് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. മൂഡില്ലാന്ന് മാത്രമല്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഫുൾ കാറ്റായിരുന്നു. ഇന്നലെയൊക്കെ ആയപ്പോഴാണ് ഇത്രയെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. രാത്രിയൊക്കെ ഭയങ്കര ചുമയാണ്. എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് തെറ്റായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ഞാൻ വിളിക്കുന്ന ഫ്രണ്ട്സിനും നമ്മുടെ കസിൻസിനും റിലേറ്റീവ്സിനും ഒക്കെ തൊണ്ടയ്ക്ക് പ്രശ്നം, കഫക്കെട്ട് ഒക്കെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് പഴംപൊരിയും ബീഫ് കറിയാണ്. അപ്പോൾ ഇപ്പം സമയം പുലർച്ചയല്ല, ഇപ്പം സമയം രാത്രി 1 മണിയാണ്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വന്നു. അപ്പം നമുക്ക് പഴംപൊരിയും ബീഫും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിക്കുകയാണ്. നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയം കാലമൊന്നും വേണ്ടല്ലോ. സംഭവം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഓക്കെ, സൂപ്പർ. എനിക്ക് അപ്പൻ്റെ മുമ്പത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്, അമ്മയുടെയും. അപ്പം ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി നമുക്കുണ്ട്. എന്തിനാണ് ഇപ്പം ഈ പാതിരാത്രി എഴുന്നേറ്റിരിക്കണേ എന്ന് പലരും ചിന്തിക്കും. കണ്ടാച്ചിരിക്കും, ദേക്കടാവ് കരയുന്നു. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നില്ലേ, ക്രിസ്മസിന്, അതായത് ഡിസംബറിൽ ക്രിസ്മസ് മാത്രമല്ല, എനിക്ക് സ്പെഷ്യലായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, ചച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ്. പാതിരാത്രി ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഓ, ലൈമാണോ കുടിച്ചത്? അങ്ങ് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് പ്രാന്തൊക്കെ ഉണ്ട്. അതെ. അപ്പം അത് കഴിഞ്ഞ് എല്ലാപ്പരും അപ്പും ചിഞ്ചും കൂടി പുറത്തേക്ക് പോയേക്കായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് യോഷിമോൻ്റെ ബർത്ത്ഡേയുടെ കാര്യം. അപ്പം ഇച്ചായൻ ബലൂൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്തോപ്പാ അവിടെ പിന്നെ വന്ന് നമ്മുടെ പൊന്നിനെ കാണിച്ചിട്ട് തരാം. ഒരു ഹായ് പറഞ്ഞിപ്പ. എവിടെ ഹായ് ഹായ് നാണായി, ഞങ്ങൾക്ക് നാണമായി. അപ്പം ഇനി നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെക്കറേഷൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ബലൂൺസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. കുഞ്ഞിപ്പെണ്ണ എഴുന്നേക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ദിവസവും ഈ ഒരു നേരത്തോളം എഴുന്നേക്കുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് വേഗം ഉറങ്ങണം. അപ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം കിടന്ന് ഉറങ്ങണം. അതിന് മുമ്പ് നമ്മുടെ ഡെക്കറേഷൻസ് സെറ്റ് ചെയ്യണം. കാരണം രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം. 6:30-ക്കാണ് നമ്മുടെ കുർബാന. അപ്പോൾ ചച്ചുമോനെ എഴുന്നേൽപ്പിക്കണം, ഒക്കെ ചടങ്ങാണ്. അവൻ ആ നേരത്തൊക്കെ എഴുതിയിട്ട്, കാരണം അവനിപ്പോൾ ഒരു 11:30 ആയപ്പോൾ അവൻ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി രാവിലെ 6 മണിക്ക് എഴുന്നേൽപ്പിക്കാമെന്നൊക്കെ പറയുന്നത് ചടങ്ങാണ്. എന്നാലും എഴുന്നേൽപ്പിക്കാണ്ട് ശരിയാവില്ല. എൻ്റെ മോനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ ചുണ്ടിരിക്കില്ലാതി. അമ്മയുടെ ചുണ്ടിരിക്കില്ലാതി. എവിടേക്ക് പോയേ മങ്കിത്തോപ്പൊക്കെ ഇട്ടിട്ട്? ലൈം കുടിച്ചോ? കാറിൽ പോയോ? ആ കാറ് വന്നോ? ആ വലിപ്പ കൊണ്ടു. ഇന്നുമാമേ കാറ് വന്നു. എൻ്റെ മോനെ കാണിക്കണോ? വലിമേനെ ഹെൽപ്പ് നോക്കിയ, വലിമേനെ ഹെൽപ്പ് ചെയ്യോ? ബലൂണൊക്കെ വീർപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യോ? അങ്ങനെ നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നു. ഈശോയോട് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. ജോഷു നല്ല ക്ഷീണത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ 11:30 ആയപ്പോഴാണ് ആൾ ഉറങ്ങണത്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു രാവിലെ ആൾ എന്തായാലും ടയേർഡായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആളങ്ങനെ ഒരു മന്നിപ്പ് പോലെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ്. എല്ലാ പേരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ പേരൻസും അവരുടെ ബർത്ത്ഡേനേക്കാളും അവർക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും അവരുടെ മക്കളുടെ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു പാരൻറ്റിനെയാണ് ഞാനും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം
ഓഫ് കോഴ്സ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേയും സ്പെഷ്യലാണ്. എന്നാലും ഞാൻ ആദ്യമായിട്ട് അമ്മയാവുന്നത് ഈ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഞാനും ഇച്ചായനും ആദ്യമായിട്ടൊരു കുഞ്ഞുവാവേനെ എടുക്കുന്നത് അത് ജോഷു തന്നെയാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരു ധാരണയുമില്ല എങ്ങനെയാണ് നമുക്ക് ഈ വാവേനെ നോക്കാൻ പറ്റുക. അത് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണല്ലോ. ഇപ്പോഴും നമ്മളങ്ങനെ ഭയങ്കര സൂപ്പർ പാരൻ്റ് ഒന്നുമില്ല. അങ്ങനെ നമ്മളൊരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടേതായ കുറവുകളുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും ജോഷുവേനെ ആദ്യമായിട്ട് എടുക്കുന്ന ആ ഒരു നിമിഷം നമുക്ക് രണ്ടുപേർക്കും ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അത് ഞാനെടുത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ ICUയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം പിന്നെ അങ്ങനെ കാണുമ്പോൾ എനിക്കിപ്പോഴും കണ്ടു നിറയും. അവിടുത്തെ നേഴ്സുമാർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി വാവ ഭയങ്കര ക്യൂട്ടാണ്. അപ്പം അതിന് കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അത്യാവശ്യം കോംപ്ലിക്കേഷൻസൊക്കെ എനിക്കുണ്ടായിരുന്നു ഡെലിവറി സമയത്തല്ല, പ്രഗ്നൻസി ടൈമിൽ ഷുഗറൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞു എന്താ ഭയങ്കര ഒരു ഭീകരജീവി പോലെയായിരുന്നു ഞാൻ. കാരണം ഒന്നാമതായിട്ടത് അപ്പം ഭയങ്കര വണ്ണം വെച്ചു. അപ്പോൾ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു എന്നെ കാണുമ്പോൾ. അങ്ങനെ പിന്നെ ഇങ്ങനെ ഷുഗറൊക്കെ വന്നപ്പോൾ പലരും പല പഠനങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ എനിക്ക് ഹൈറ്റ് കുറവായ കാരണം നോർമൽ ഡെലിവറി കിട്ടില്ല. നോർമൽ അല്ലായിരുന്നു, CS തന്നെയായിരുന്നു. പക്ഷെ അതിലൊന്നും എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. അതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങനെ പോവും. അങ്ങനെ അപ്പോൾ എനിക്ക് എല്ലാ അമ്മമാർക്കും ഉള്ള പോലെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നോർമൽ ഡെലിവറി കിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നത് കണ്ണ് നിറഞ്ഞിട്ടാണ്. എനിക്ക് നോർമൽ കിട്ടുന്ന അത്രയ്ക്ക് ആഗ്രഹം, എല്ലാ അമ്മമാരെ പോലെ അത്രയ്ക്ക് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവം വിധിച്ചത് അതായിരുന്നു, CS ആയിരുന്നു. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ മോനെ കാണണം, മോനല്ല എൻ്റെ കുഞ്ഞിനെ കാണണം എന്നൊരാഗ്രഹമായിരുന്നു. മോനാണോ മോളാണോ വേണ്ടതെന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഹെൽത്തി ബേബി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ടൊരു ബേബിനെ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്നിട്ട് ചേച്ചി വാവ ഭയങ്കര ക്യൂട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിച്ചത്, എൻ്റെ വാവ ഹെൽത്തി അല്ലേ? ക്യൂട്ട്നെസ്സൊക്കെ അവരുള്ളിൽ നിന്ന് വരണതാണ്, നമ്മൾ പുറമേ കാണുന്നതല്ലല്ലോ. അപ്പം ഞാൻ ആദ്യം ചോദിച്ചത് വാവ ഹെൽത്തി അല്ലേ എന്നുള്ളതായിരുന്നു. അപ്പം അവരാണ് ചേച്ചി ഫുൾ ഹെൽത്തി, അവൻ്റെ ബർത്ത് വെയ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പം ഇപ്പോഴാണേലും അത് ആലോചിക്കുമ്പോൾ ദൈവം ശരിക്കും അനുഗ്രഹിച്ച് തന്നൊരു ദിവസം. ഇപ്പം നിനക്കായിരുന്നു വെച്ചാൽ സന്തോഷത്തിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോഴും ജോഷുവിൻ്റെ ആ ഒരു നിമിഷം പറയുമ്പോൾ എനിക്കിപ്പോഴും സങ്കടം വരും. സങ്കടമല്ല, സന്തോഷത്തിൻ്റെ കണ്ണീര് വരും. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ക്യാരിയിങ് ആവുന്നത്. അപ്പോൾ അതുവരെ എന്നോട് ഡയറക്റ്റ് ആദ്യം ചോദിച്ചിരുന്നില്ല. ഈ ചാനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വാവനെ നോക്കാത്തത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് പക്ഷേ ഈ പറഞ്ഞ മാതിരി ആൾക്കാർ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു സങ്കടം ഉണ്ടാവുമല്ലോ. എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് വാവേനെ വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം. അപ്പോൾ അത് കാരണം നമ്മളൊരു ഫാമിലി പ്ലാനിങ് ഒന്നും നമ്മളങ്ങനെ ഇട്ടിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് പിന്നത്തെ മാസം തന്നെ ക്യാരിയിങ് ആവണമെങ്കിൽ അത്ര സന്തോഷമായിരുന്നു. പക്ഷേ നമുക്ക് ദൈവം തന്നത് ലോക്ക്ഡൗണിലായിരുന്നു. ഞങ്ങളപ്പോൾ അവനെ കുഞ്ഞിലെ ലോക്ക്ഡൗൺ ബേബി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മളങ്ങനെ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറി കാണും. ഇപ്പം നമ്മൾ പറഞ്ഞത് നമ്മൾ ജോഷുവിന് ആദ്യമായിട്ട് നമ്മളെടുത്തത്, ഇപ്പം ഞാൻ എടുത്ത ഒരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ, ICUയിൽ വെച്ചിട്ടായിരുന്നു. അവിടുത്തെ നേഴ്സിംഗ് സ്റ്റാഫുകളൊക്കെ വന്ന് എനിക്ക് തരുമായിരുന്നു വാവേനെ. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു, കണ്ണൊക്കെ നിറഞ്ഞു. ചായ എടുത്തതാണ് ഭയങ്കര വിറ്റായിരുന്നത്. ഈ ചായൻ അതിനോട് ഞാൻ പിന്നെയും കുറച്ചും കൂടി അതൊരു 6 months കഴിഞ്ഞിട്ടുള്ള വാവന്മാരൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ചായൻ അതുപോലും എടുത്തിട്ടില്ല, തീരെ ചായ എടുത്തിട്ടില്ല. അപ്പോൾ അതാണെങ്കിലോ എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പന് ICUവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകേണ്ട വന്നു. അമ്മയ്ക്കാണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, അമ്മയ്ക്ക് ലിഫ്റ്റിൽ പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ 2nd ഫ്ലോറിൽ നിന്ന് 3rd ഫ്ലോറിലേക്ക് പോകണം. അപ്പോൾ ഉണ്ണിവാവേനെ ലിഫ്റ്റിൽ കയറ്റാൻ പറ്റില്ല. അപ്പം അമ്മ പറഞ്ഞു, അന്ന് മോൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞു, മോനൊന്ന് സ്റ്റെപ്പ് കയറി വാവനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. വാവേനെ എടുക്കാൻ അറിയാത്ത ആളാണ് സ്റ്റെപ്പ് കയറാൻ പോണത്. അപ്പോൾ ഇച്ചായ എപ്പോഴും പറയും, അതായത് ഞാൻ അവൻ്റെ അടുത്ത് പറയുമായിരുന്നു, എടാ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാവേനെ എടുക്കണേ, അത് നിന്നെയാണ്, അപ്പം നീ ഒന്ന് സഹകരിക്കണം, റൂം എത്തണ വരെ നീ കരയരുത് എന്നായിരുന്നു അവൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞിരിക്കും, രസമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ നല്ല
ഭയങ്കര നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ജോഷുവിനെ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ ഓരോ ദിവസങ്ങളും ജോഷുവയ്ക്ക് വേണ്ടിയുള്ള ദിവസങ്ങളായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ കഴിക്കുന്ന ഫുഡിലും അതിപ്പോൾ എല്ലാ പാരൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത് വലിയ ആനത്തല കാര്യമായിട്ട് പറയണതൊന്നുമില്ല, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുന്നതാണ്. അപ്പം ഇപ്പോൾ 4 വർഷമായി, പക്ഷെ നമുക്ക് ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നിക്കുന്നത്. വലുതാവാണ് പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇപ്പോഴത്തെ അവൻ്റെ ഈ ഒരു ക്യൂസൊക്കെ ഞാൻ ഇപ്പോൾ ഇച്ചായൻ്റെ അടുത്തൊക്കെ പറയും, ഇച്ചായൻ മാക്സിമം പിള്ളേരുടെ അടുത്ത് നമ്മൾ കളിക്കുക, ചിരിക്കുക ഒക്കെ ചെയ്യുക. കാരണം ഇത്തിരി അങ്ങോട്ട് വലുതായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നാലെ പോയിട്ട് എടാ വാടാ കളിക്കാടാ നമുക്കില്ല. അവർക്ക് അവരുടെ ഒരു ലൈഫായിരിക്കും, അവർക്ക് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മളൊരിക്കലും അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുത്. ഇപ്പോൾ അവർക്ക് നമ്മളെ വേണം. സോ നമ്മൾ എൻജോയ് ചെയ്ത് കളിക്കുക അവൻ്റെ കൂടെ. ഞാൻ പിന്നെ ജോഷുവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സങ്കടം വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു പെണ്ണ് കുറച്ചും കൂടി ലക്കിയാണ്. അതായത് അവൾക്ക് ഈ 2 വർഷം എന്നെ കിട്ടിയിട്ടുണ്ട്. ജോഷയ്ക്ക് 9 മാസം എന്നെ കിട്ടിയിട്ടുള്ളൂ. അവന് 9 മാസമുള്ളപ്പോൾ ഞാൻ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെയുള്ളൊരു ടൈം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പലപ്പോഴും എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. സംഭവം നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോയത്. അതല്ലാണ്ട് വാവേനെ നോക്കാനുള്ള മടിക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചിരുന്ന സങ്കടം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും പാതിരാത്രിയിലൊക്കെ അവനെ എഴുന്നേക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ എഴുന്നേൽക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ അവൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഒന്ന് കളിക്കും. പുലർച്ചെ 1 മണി 2 മണി 3 മണി സമയത്തൊക്കെ അത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഞാൻ വീണ്ടും ജോലിക്ക് പോകും. പക്ഷേ എനിക്ക് അപ്പോൾ ഒന്നും എനിക്ക് ക്ഷീണം എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇവൻ്റെ കൂടെയുള്ള ഒരു ടൈം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മെമ്മറി കേട്ടോ. നമ്മുടെ വാവയുടെ ജോഷുമോൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണത്. പിന്നെയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മളെപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദിവസം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. ചിഞ്ചു എന്തോ ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവന്. അപ്പോൾ ഇനി അതൊക്കെയാണുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ബാ. ഡെക്കറേഷൻ എന്ന് പറയാൻ നമ്മൾ ഭയങ്കര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സിമ്പിൾ ഡെക്കറേഷനായിരുന്നു. അയ്യോ 2 ബലൂൺ മിസ്സാണല്ലോ, താഴെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ, ഇപ്പോഴാണ് അത് നോക്കുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ സ്വന്തമാക്കി ഉണ്ടാക്കിയ ഡെക്കറേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഞാൻ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേക്കും അവന് സ്പെഷ്യലായിരുന്നു, കാരണം അവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാർട്ടൂൺ ക്യാരക്ടറാണ് ബാലവീർ. അപ്പോൾ ബാലവീറിൻ്റെ തീമിലാണ് നമ്മൾ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രാർത്ഥന എത്തിച്ച് നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. അങ്ങ് ജോഷ പ്രവാചകനെ തിരഞ്ഞെടുത്തതുപോലെ ഈ കുഞ്ഞിനെയും അങ്ങ് തിരഞ്ഞെടുത്തതിന് ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഈ കുഞ്ഞിനെ ജന്മനായി അങ്ങ് ഒരു ഉപകരണങ്ങളാക്കി മാറ്റിയ സിജുവിനെയും ചിന്നുവിനെയും സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശോയെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞു കർത്താവെ യേശു ജ്ഞാനത്തിൽ പ്രായത്തിൽ വളർന്നതുപോലെ ഈ കുഞ്ഞും വളർന്നു വരുവാൻ അവിടെ നിന്ന് എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ ഞങ്ങൾ കാത്തു സംരക്ഷിക്കണമേ. പകർച്ചവ്യാധി രാത്രി ചന്ദന കുഞ്ഞിനെ ഉപദ്രവിക്കുക സകല തിന്മകളിൽ നിന്ന് കർത്താവ് ഈ കുഞ്ഞിനെ കാത്തുകൊള്ളുന്നുള്ള തിരുവചനം ഈ മകനിലേക്ക് അയച്ചുകൊണ്ട് ദൈവമേ ഈ മകനെ പഠിപ്പിക്കും, ഈ മകൻ സാക്ഷിക്കും എന്ന തിരുവചനം ഈ മകനിൽ കർത്താവെ അങ്ങ് സ്ഥിരീകരിക്കണമേ. മറ്റുള്ള മക്കൾക്ക് മാതൃകളായി ജീവിക്കാനുള്ള പുതിയൊരു അഭിഷേകം തന്നെ ഈ കുഞ്ഞിനെ അങ്ങ് നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമേ മാതാവേ അമ്മ തിരുവാനോട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. സുഹൃത്തിനായ ലതാവേ അങ്ങനെ നാമം പോസുമാണ് അങ്ങനെ രാജ്യം വരട്ടെ. അങ്ങനെ സ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങളുടെ ചെയ്തതുപോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഈശ്വര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വലത്തെ കൈയുണ്ട് വേഗം പിതാവിന് ഒരു സൂചി കൂട്ടിയിട്ട് അത്
അപ്പം ചിഞ്ചും കൂടിയിട്ട് ചച്ചുമോന് ഒരു ബർത്ത്ഡേ സർപ്രൈസൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിലാണ് ആശാൻ. അങ്ങനെ ചിഞ്ചും ചച്ചുമോനും കൂടിയിട്ട് അത് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം, എന്താണെന്ന് ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ചച്ചുമോൻ അതിങ്ങനെ അൺബോക്സ് ചെയ്യുവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. കുറച്ച് നാളായിട്ട് അവനൊരു കീബോർഡ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെപ്പോഴും ചിഞ്ചുവിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത് കാര്യമാക്കി എടുത്തിട്ട് അവന് കീബോർഡ് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മയക്കും അതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഗ്രഹിച്ച സാധനം കൈ കിട്ടിയപ്പോൾ ആളുടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ രണ്ടുപേർക്കും അതെങ്ങനെ വർക്ക് ചെയ്യിക്കേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എജാനും അപ്പം ചെന്നിട്ടാണ് അതൊന്ന് റെഡിയാക്കി കൊടുത്തത്. റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൽ തന്നെയായിരുന്നു. അവൻ ഇത് നേരം കീബോർഡ് കൈപ്പിടിച്ച് നടക്കില്ലായിരുന്നു ബർത്ത്ഡേ അന്ന്. അങ്ങനെ ആഗ്രഹിച്ച സാധനം ആശാൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇഷ്ടായോ വാവേ? അവിടെ വെച്ചെടുക്കാനേ അപ്പം നമ്മുടെ ചച്ചുമോൻ്റെ ബർത്ത്ഡേ വീഡിയോ ആയിരുന്നു ഇത്. ചച്ചു ഹാപ്പി ആയോ? കേക്കൊക്കെ മുറിച്ചത് ഇഷ്ടപ്പെട്ടോ? പിന്നെ വേറെ എന്താ ഇഷ്ടപ്പെട്ടത്? ഏത് സാധനം? കീബോർഡോ? കീബോർഡ് ഇഷ്ടപ്പെട്ടു. ആഹാ ആഹാ. മിഠായി ഇഷ്ടപ്പെട്ടില്ല, മിഠായി കണ്ടിട്ടില്ല. അപ്പം ഇനി നമുക്ക് പാതിരുവാനിക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മുടെ സാഹചര്യം അതിനനുസരിച്ചാണെങ്കിൽ നമ്മൾ പാതിരുവാനിക്ക് പോവും. ഇല്ലേപ്പാ? ആർ യു ഹാപ്പി? പറയേ ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ പറയാട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹാപ്പി ന്യൂ ഇയർ പറ. ബൈ ബൈ ചാച്ചാ. ചാച്ചാ ഈശോ ചാച്ചാ. എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ. നമുക്കിനി 2025 കാണാം. ബൈ.